ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് M10s ക്യാമറ റിവ്യൂ ആണ്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. സാംസങ് M10s റിയർ ക്യാമറ 13 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പർച്ചർ 2.0 ആണ്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ് വരുന്നത്. അതും അപ്പർച്ചർ 2.0 തന്നെയാണ്. ഇൻബിൽറ്റ് ആപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, ലൈവ് ഫോക്കസ്, പ്രോ മോഡ്, പനോരമ മോഡ്. ക്യാമറ സെറ്റിങ്സിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും റിയർ ക്യാമറയിലും നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫ്രണ്ട് ക്യാമറയിലും വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, ലൈവ് ഫോക്കസ് എന്ന 3 മോഡ്സാണ് നമുക്ക് ഇൻബിൽറ്റ് ആപ്പിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് സാമ്പിൾ ഇമേജസിലേക്ക് പോവാം. ക്യാമറയുടെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നിയത് അതിൻ്റെ ഒരു ഓട്ടോ ഫോക്കസ് അത്ര പെട്ടെന്ന് വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റം അല്ല. നല്ല ലാഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് ഫോണുകളിലെടുത്ത ഇമേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്തതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇവിടെ M10s നമുക്ക് ഓട്ടോ ഫോക്കസ് വളരെ ഒരു മീഡിയം ലെവലിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇമേജസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഓട്ടോ ഫോക്കസ് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈഡ് ആംഗിളിലും നോർമൽ ആംഗിളിലും എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാം. വൈഡ് ആംഗിളിൽ നമുക്ക് ഒരുപാട് വൈഡായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്ന ഒരു മീഡിയം ക്വാളിറ്റി ഇമേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു ഇമേജ് കൂടി നമുക്ക് നോക്കാം. നമുക്ക് സൂം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇമേജിൻ്റെ ക്വാളിറ്റി കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ എടുത്തൊരു സെൽഫിയാണ് നമ്മളിവിടെ കാണുന്നത്. സെൽഫി ആണെങ്കിലും നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. സാംസങ് M10s എടുത്തൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. അതാണെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റി വീഡിയോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. സെൽഫി ക്യാമറയിൽ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം തന്നെ നമുക്കൊരു ആവറേജ് ക്വാളിറ്റിയാണ് ഇവിടെ
കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലെ പെർഫോമൻസ് നോക്കാം. ലോ ലൈറ്റിലെ ഒരു ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. റിയർ ക്യാമറയിലെടുത്ത ഇമേജാണ്. ഇതൊരു ആവറേജ് റിസൾട്ട് മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിലെടുത്തൊരു വീഡിയോ ആണ്. എല്ലാം തന്നെ നമുക്കൊരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാനായിട്ടാണ് കഴിയുള്ളൂ. സെൽഫി ക്യാമറ ആണെങ്കിലും ഒരു ആവറേജ് റിസൾട്ടാണ് നമുക്ക് തരുന്നുള്ളൂ ലോ ലൈറ്റിൽ കണ്ടീഷനിൽ. അപ്പോൾ സാംസങ് M10s നല്ലൊരു ക്യാമറ ഫോണല്ല, നമുക്കൊരു നോർമൽ ജനറൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോൺ മാത്രമാണ്. നല്ലൊരു ക്യാമറ ഫോണാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.